ഉറക്കത്തിന് നീച്ചപ്പോ ചെക്കന്മാർ സാധനങ്ങൾ കൊണ്ട് വന്നായിരുന്നു. അത് വണ്ടി കയറ്റി എന്നിട്ട് അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ നമുക്ക് അടിപൊളി പെയ്ഡ് പാർക്കിംഗ് കിട്ടിട്ടോ. അങ്ങനെ അവിടെ വണ്ടി നിർത്തി അവിടുത്തെ പൈസയും കൊടുത്ത് മൂന്നാളും നേരെ ചായ കുടിക്കാൻ പോയിട്ടോ. ചായ കുടിച്ചപ്പോ തോന്നി വല്ലതും കഴിക്കാൻ പോവാന്ന്. അങ്ങനെ അവിടെ പോയി അവിടെ നിന്ന് ഇഡ്ഡലിയും കഴിച്ചിട്ടോ. അങ്ങനെ ഇഡ്ഡലി വെച്ചപ്പോഴേക്കും ചെക്കന്മാർ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി അവരെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടോ. അങ്ങനെ അവരും പറഞ്ഞാൽ ഞങ്ങൾ പോയി കുളിച്ചു വന്നിട്ടോ. വണ്ടിക്ക് നല്ല 2 ലൈറ്റ് വെച്ചിട്ടോ. അങ്ങനെ ലൈറ്റ് വെച്ചതിനൊക്കെ സമയം ഉച്ചയായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ഫുഡേക്കുള്ള സ്ഥലം നോക്കി നടന്നു. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ബിരിയാണി കടയിൽ കയറി അവിടെ ഒരു ബിരിയാണി ഇറങ്ങിട്ടോ. ബിരിയാണി കപ്പിൽ നല്ല അടിപൊളി ബിരിയാണി ഇറന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ച് ബസ് കയറിയപ്പോഴാണ് ഈ ഒരു മിഷീനിൽ ചെക്കന്മാർ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ നേരെ ചായ അടിക്കാൻ പോയിട്ട് അങ്ങനെ ചായ അടിച്ച് നമുക്ക് നമ്മൾ അപ്പു വന്ന് നടന്നിട്ട് അപ്പു ബാംഗ്ലൂരിനെ അവിടെ നിന്ന് നല്ല കഴിക്കാന്ന് വെച്ചിട്ട് അവനെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ അവിടെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ചെക്കന്മാരെ കയറ്റാൻ പോയി. അങ്ങനെ അവിടെ പോകുന്ന ഞങ്ങൾ വരുന്നേക്ക് ചായ അടിച്ചു. അപ്പൊ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉള്ള റോഡാണ് കേട്ടോ അത്. അപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ നമ്മൾ കമ്പോളത്തിന്റെ അക്കന്മാരെ പഴഞ്ഞൂരെ ഇറക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പോണേക്ക് ഞങ്ങൾ ഹോട്ടലെടുത്ത് ഫുഡ് കഴിച്ചു. അങ്ങനെ പോരുമ്പോൾ ഞങ്ങൾ വണ്ടി കുഞ്ഞിക്ക് ഒരു ഓട്ടർഷ പറഞ്ഞിട്ടോ. അങ്ങനെ കമ്പോളത്തിനൊക്കെ നമ്മൾ പഴഞ്ഞൂരെ ഇറക്കി. അസക്കിന്റെ അക്കന്മാരെ കുലുക്കിലായിട്ട് ഇറക്കി നമ്മൾ നേരെ നാട്ടിൽ വന്നിട്ടോ.